മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ ഡ്രൈവർ വാഹനം ഓടിച്ചത് മദ്യപിച്ചിട്ടാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സ്വിഫ്റ്റ് കാർ ഓടിച്ചിരുന്ന ആറ്റിങ്ങൽ ആലങ്കോട് വഞ്ചിയൂർ സ്വദേശി രജിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇയാൾ ഓടിച്ച കാർ മന്ത്രിയുടെ വാഹനത്തിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. കാർ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, ഇന്നലെ രാത്രിയുണ്ടായ അപകടമാണ്. ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ ഈ അമിത വേഗത്തിൽ മദ്യപിച്ച് ഓടിച്ചു വന്ന യുവാവാണ് ഇപ്പോൾ അപകടമുണ്ടാക്കിയതല്ലേ? സ്മൃതി, ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 9:15 മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഔദ്യോഗിക വാഹനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. പിന്നീട് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ വാഹനം ഓടിച്ചിരുന്ന ഒരു സ്വിഫ്റ്റ് കാറാണ്. അത് ഓടിച്ചിരുന്ന രജിത്ത് 35-കാരനാണ്. ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയാണ്. രജിത്തിനെയാണ് അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ഇതിൽ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് വൈദ്യപരിശോധന അടക്കം നടത്തിയപ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്ന് കണ്ടെത്തി. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിനാണ് കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. ആലങ്കോട് സ്വദേശികളായ ദീപുവും ബിനുവും. ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേരാണ്. എന്തായാലും ഇന്നലെ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വാഹനം വരികയും മദ്യപിച്ച് വാഹനം ഓടിച്ചു വരികയായിരുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. കാരണം മുന്നിൽ പോയ വാഹനത്തിലേക്ക് ഈ വാഹനം നിയന്ത്രണം തെറ്റി ഇടിക്കാൻ വരുന്നു. അങ്ങനെ ഈ മന്ത്രിയുടെ മുന്നിൽ പോയ 2-3 വാഹനങ്ങൾ ആദ്യം കൂട്ടിയിടിച്ചു. അങ്ങനെ മന്ത്രിയുടെ വാഹനം സഡൻ ബ്രേക്ക് ഇടുകയാണ് ചെയ്തത്. യുവാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. രജിത്തിന്റെ വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.